മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില്ല. മഞ്ചേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് പൊളിച്ചുമാറ്റിയ സ്ഥലത്ത് ആധുനിക രീതിയിലുള്ള വ്യാപാര സമുച്ചയവും ബസ് ബേയും നിർമ്മിക്കാനുള്ള നഗരസഭയുടെ സ്വപ്ന പദ്ധതിക്ക് ടെൻഡറായി. ജനുവരി അവസാനത്തോടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനാകുമെന്ന് ചെയർപേഴ്സൺ VM സുബൈദ പറഞ്ഞു. 2022 മെയ് 16-നാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. വൈകിട്ട് 6:45-ന് അലിമ്പ്ര സ്കൂൾ പടിയിലെ കടയിൽ സാധനം വാങ്ങാൻ എത്തിയതായിരുന്നു കുട്ടി. കടയുടമ പള്ളിയിൽ പോയതിനാൽ കുട്ടി റോഡ് സൈഡിൽ സൈക്കിളിൽ കാത്തിരിക്കുകയായിരുന്നു. ഈ സമയം കുട്ടിയുടെ അടുത്തെത്തിയ പ്രതി മാനഹാനി വരുത്തുകയായിരുന്നു. തൊട്ടടുത്തുള്ള ആളൊഴിഞ്ഞ കെട്ടിടത്തിലേക്ക് വരുന്നതിന് 50 രൂപ വാഗ്ദാനം ചെയ്തതായും മുമ്പും പ്രതി ഇത്തരത്തിൽ ശ്രമം നടത്തിയതായും പരാതിയിൽ പറയുന്നു. പിതാവിനോട് വിവരം പറഞ്ഞ കുട്ടി മലപ്പുറം ചൈൽഡ് ലൈനിൽ പരാതി നൽകുകയായിരുന്നു. ചൈൽഡ് ലൈൻ നിർദ്ദേശപ്രകാരം കൊണ്ടോട്ടി പോലീസ് കേസെടുത്തു. സബ് ഇൻസ്പെക്ടർ K. നൌഫലാണ് കേസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് A. സോമസുന്ദരൻ 10 സാക്ഷികളെ കോടതി മുമ്പാകെ വിസ്തരിച്ചു. 10 രേഖകളും ഹാജരാക്കി. പ്രോസിക്യൂഷൻ ലൈസൻസ് വിംഗിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ N. സൽമ, P. ഷാജിമോൾ എന്നിവർ പ്രോസിക്യൂഷനെ സഹായിച്ചു. പ്രതി പിഴയടച്ചില്ലെങ്കിൽ 2 മാസത്തെ അധിക തടവ് അനുഭവിക്കണമെന്നും കോടതി വിധിച്ചു. പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.